പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങൾ. ആ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ തന്റേതായ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത ഒരു അസാധാരണ കഥാപാത്രം. ആ കർണന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്നത്, അതിനെ പിന്തുടരുന്നത് ഒരാവശ്യമെന്ന നിലയിൽ ഈ പുരാണ കഥ കേൾക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. ഭാരതത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ദേശീയോദ്ഗ്രഥനവും അന്യോന്യ സഹവർത്തിത്വവും എന്ന് പറഞ്ഞാൽ ഭാഷാവേഷം ചിന്തനമില്ലാതെ, മതസ്പർദ്ധയില്ലാതെ, പോരാട്ടമില്ലാതെ മാനവരെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും സമന്വയിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ ഈ സ്നേഹത്തിന് കോട്ടം തട്ടിയിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണ്. ഒരമ്മ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. അമ്മ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു ഭക്തി, ഒരു ബഹുമാനം, എന്തൊക്കെയോ കുറെ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയാറുണ്ടല്ലേ? അമ്മ, എന്റെ അമ്മ എന്ന ശബ്ദമൊന്നുയരുമ്പോൾ അക്ഷണം തുടിക്കാത്ത ഹൃദയം, ഒന്നു നിന്നു കൂപ്പാത്ത കൈകളുണ്ടോ? ഉണ്ടോ? അമ്മ, എന്റെ അമ്മ എന്ന ശബ്ദമൊന്നുയരുമ്പോൾ അക്ഷണം തുടിക്കാത്ത ഹൃദയം, ഒന്നു നിന്നു കൂപ്പാത്ത കൈകൾ ഉണ്ടോ? അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണെങ്കിൽ അതിനുദാഹരണമായി ഞാനൊരു മാതൃകാ മാതാവിന്റെ കഥ പറഞ്ഞാൽ അത് 1000-1, 10,000-1 എന്നൊരു ആക്ഷേപം നിങ്ങൾ പുറപ്പെടുകയും ചെയ്യും. അതിനെ ഭാരതം ആരാധിക്കുന്ന മാതൃകാ മാതാക്കളിൽ ഒരാളായ കുന്തി ദേവിയെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി മറുഭാഗത്ത് കർണനെയും അവതരിപ്പിച്ചുകൊണ്ട് ആ മാതൃപുത്രബന്ധം എവിടെ വരെ നിൽക്കുന്നു, എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഒരവസരം. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായാൽ, അതിന്റെ അടിത്തറ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പുരാണ കഥയും ഒരു വിജയമാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നിങ്ങൾ മഹാഭാരത കഥ മുഴുവനൊന്ന് വായിച്ചു നോക്കും. 2000-ൽ പരം വ്യക്തിത്വമുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അതിൽ തന്നെ ഈ കർണന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായി നമുക്ക് കാണാം. ഒരുപക്ഷെ മഹാഭാരത കഥ എഴുതിയ വ്യാസമഹാമുനി ഈ കർണനോട് ഒരു പക്ഷപാതം വരെ കാണിച്ചില്ലേ എന്ന് തോന്നിപ്പോകും ആ പാത്ര സൃഷ്ടി കണ്ടാൽ. അത്രയ്ക്ക് പരിപൂർണമാണത്, അത്രയ്ക്ക് സൗഷ്ഠവമടങ്ങിയതാണത്. അല്ല, വ്യാസനെ കർണനോട് പക്ഷപാതം തോന്നുന്നതിൽ തെറ്റില്ല. കാരണം അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ല, അല്ലാത്തൊരു ബന്ധം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഏതായാലും വ്യാസമഹാമുനി എഴുതിയ കഥയാണല്ലോ ഞാനിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് വ്യാസന്റെ ജനനം? നമുക്ക് നോക്കാം. പണ്ട് കാളിന്ദി നദിയുടെ തീരത്ത് ഒരു തണുത്ത വെളുപ്പാകാലത്ത് ഒരു സന്യാസി വരും. സന്യാസി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി കാഷായ വേഷം ധരിച്ചു നടക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയല്ല. ഞാൻ പറഞ്ഞ സന്യാസി വര്യൻ ഒട്ടേറെ കുടിക്കാർന്ന വമ്പിച്ച ജഠാഭാരം ഉച്ചിയിൽ തിരികിയിട്ടുണ്ട്. ൂർദ്ധഗോപികളുണ്ട്, ഉടലാകെ പത്മലേപനമുണ്ട്, അരയിൽ മരത്തോലും ചർമ്മവും തൂക്കിയിട്ടുണ്ട്, കയ്യിൽ യോഗതന്നുണ്ട്, കഴുത്തിൽ രുദ്രാക്ഷമാലയുണ്ട്. അങ്ങനെയെല്ലാം തികഞ്ഞൊരു സന്യാസി വര്യൻ. പ്രായമാണെങ്കിലോ കവിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വായിലെ പല്ലൊക്കെ പോയി മൂക്കും താടിയും തമ്മിൽ രഹസ്യം പറയുന്ന പ്രായം. പക്ഷെ തേജസ്വിന്റെ മുഖം, അരോഗ ദൃഢഗാത്രൻ. അദ്ദേഹത്തിന് അത്യാവശ്യമായി കാളിന്ദിന്റെ അക്കരെ കടക്കണം. അസമയമായതുകൊണ്ട് കടത്തുകാരെ ആരെയും കാണാനില്ല. ആവശ്യത്തിന്റെ കൂടുതൽ കൊണ്ട് അദ്ദേഹം ചുറ്റും നോക്കി. ആ നദിയുടെ കരയിൽ ഒരു ചെറ്റക്കുടിയിൽ മുന്നിൽ ഒരു പെൺകുട്ടി ഇരുന്ന് ഉറക്കം തോന്നുന്നു. അവരുടെ അടുത്തൊരു പങ്കായ വലിപ്പുണ്ട്. അപ്പൊ മുഴിക്ക് മനസ്സിലായി ഒരു കടത്തുകാരി പെണ്ണാണ് എന്ന്. പക്ഷെ പേരറിയില്ല. അസമയത്ത് ഒരു പെൺകുട്ടിയെ തൊട്ടുവിളിക്കുന്നത് സംസ്കാര ശൂന്യതയാണ്. അതുകൊണ്ട് അന്ന് ഈ കടത്തുകാരെല്ലാവരും ഒരേ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ആ ധൈര്യം വെച്ച്
മുനി പതുക്കെ വിളിച്ചു, മുക്കുവ പെണ്ണേ. വിളി കേട്ടപ്പോ പെൺകുട്ടി ഞെട്ടി ഉണർന്നു. മുക്കുവ പെണ്ണേ, ഓ മുക്കുവ പെണ്ണേ, അക്കരെ കടന്നുക നീ മുക്കുവ പെണ്ണേ, മുക്കുവ പെണ്ണേ, ഓ മുക്കുവ പെണ്ണേ, അക്കരെ കടന്നുക നീ മുക്കുവ പെണ്ണേ. പെൺകുട്ടി ഞെട്ടി ഉണർന്നു. മുമ്പിൽ നിൽക്കുന്നതാ ഒരു സന്യാസി. അന്ന് ഈ സന്യാസിമാരെ കാണുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. കാരണം ഈ താടിയ മുടിയൊക്കെ നീട്ടി വളർത്തി നടക്കുന്നവർ ശപിക്കും ശപിക്കും എന്ന് ജപിച്ച് നടക്കുന്നവരാണ്. ഇന്നും അതെ. പക്ഷെ ഇന്ന് ശപിക്കും എന്നോർത്തല്ല, മറ്റെന്തെങ്കിലും സംഭവിപ്പിക്കും എന്നോർത്താണ്. ഈ നദി ഈ ഒരു വല്ലാത്ത സമയത്ത് തോണി തുഴഞ്ഞ് ചക്രശ്വാസം ചവിട്ടണമെന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു, നേരമൊന്ന് വെളുത്തോട്ടെ, കാലിൽ നീയുണർന്നോട്ടെ, അങ്ങനെ ഇങ്ങനെ പോകാറുകളോട്ടെ. നേരമൊന്ന് വെളുത്തോട്ടെ, കാലിൽ നീയുണർന്നോട്ടെ, അങ്ങനെ ഇങ്ങനെ പോകാൻ അഞ്ചാറുകൾ വന്നോട്ടെ, അഞ്ചാറുകൾ വന്നോട്ടെ. എന്തിനാണ് 6 ആളുകൾ വരുന്നത്? താൻ കൂലി കൊടുക്കില്ല എന്ന വിശ്വാസത്തിലാണ് പെൺകുട്ടി. കൂലി കേട്ടോ, നിശ്ചയമായി കൂലി തരും. 1000 ആളുകൾ കടത്തിറക്കണ കൂലി തരാം ഞാൻ. 1000 ആളുകൾ കടത്തിറക്കണ കൂലി തരാം ഞാൻ. കൂലി തരില്ല എന്ന ഒരു ബോധമൊന്നും നിനക്ക് വേണ്ട. നിശ്ചയമായി ഞാൻ കൂലി തരും, നിശ്ചയമായും കൂലി തരും. കൂലി എന്ന് കേട്ടപ്പോ പെൺകുട്ടിക്ക് ഒരു കുട്ടി മനസ്സുണ്ട്. എന്നാലും ഞാൻ ഒറ്റയ്ക്കെങ്ങനെ കൂടെ പോരും, എന്നാലും ഞാൻ ഒറ്റയ്ക്കെങ്ങനെ കൂടെ പോരും. ഈ അസമയത്ത് ഒറ്റയ്ക്കെങ്ങനെ കൂടെ പോരും, എങ്ങനെ കൂടെ പോരും. ഈ നേരം കെട്ട നേരത്ത് ഒറ്റയ്ക്കെങ്ങനെ കൂടെ പോരും, എങ്ങനെ കൂടെ പോരും. സന്യാസിയാണെങ്കിലും പുരുഷനല്ലേ. എന്നാലും ഞാൻ ഒറ്റയ്ക്കെങ്ങനെ കൂടെ പോരും, എങ്ങനെ കൂടെ പോരും. സന്യാസിക്ക് കാര്യം പിടികിട്ടി. വല്ല ആവശ്യമുണ്ട്? പെൺകുട്ടി തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ സർവസംഘ പരിത്യാഗിയായ, സർവ്വതും പരിത്യജിച്ച് നടക്കുന്ന ഈ മുനിയുടെ കൂടെ പോരാനെന്തിന് പെണ്ണിന് വേണ്ടി, മുനിയുടെ കൂടെ പോരാനെന്തിന് പെണ്ണിന് വേണ്ടി. ലോകമേ തറവാട്, നമുക്ക് ഈ ചെടികളും പുൽകളും മുഴുങ്ങളും ഏകമയമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഈ മുനിയുടെ കൂടെ പോരാനെന്തിന് പെണ്ണിന് വേണ്ടി. കാട്ടിലെത്തി കരിവച്ചിച്ച് കണ്ണും പൊത്തി കാതും പൊത്തി നിൽക്കേണ്ടെന്ന് ചൊല്ലും മുനിയുടെ കൂടെ പോരാനെന്തിന് പെണ്ണിന് വേണ്ടി. ഇനിയെന്ന് പറയാനാ, ഇനിയെന്ന് പറയാനാ. പോണമെങ്കിൽ പോകാമിച്ചൊരു കോടി കിടക്കാം ഞാൻ, പോണമെങ്കിൽ പോകാമിച്ചൊരു കോടി കിടക്കാം ഞാൻ, തുണിയെടുക്കാം ഞാൻ. പെൺകുട്ടി ആ തുണിയിലേക്ക് കയറി പങ്കായമെടുത്തു. തന്റെ തളിരൊത്ത കരങ്ങൾ കൊണ്ട് മന്ദം തുഴഞ്ഞു മന്ദമാർഗന്റെ സഹായത്തോടെ ഏതാണ്ട് അന്തരീക്ഷ പ്രകാശത്തിലെത്തിയതും അമരത്തിരുന്ന് തുഴയുന്ന ആ അരിയത്തി പെണ്ണിന്റെ അമര സൗന്ദര്യം കൊണ്ട് ബന്ധുധാനിച്ചു പോയി പരാശരം. എന്തൊരു സൗന്ദര്യം! പരാശരമിന് പതുക്കെ ചെന്ന് അവളുടെ അടുത്തിരുന്നു. കടത്തുകാരി പെണ്ണേ, പെണ്ണേ, നിന്റെ പേരെന്താണ്, പേരെന്താണ്? കടത്തുകാരി പെണ്ണേ, പെണ്ണേ, നിന്റെ പേരെന്താണ്, പേരെന്താ? ഒന്നുമല്ല കേട്ടോ. അടുത്ത തവണ വരുമ്പോ പേര് ചൊല്ലി വിളിക്കാനാ. നിന്റെ പേരെന്താണ്, പേരെന്താ? പേരോ? പേര് കാളി. ഓ കാളിപ്പെണ്ണേ, പെണ്ണേ, നിന്റെ പ്രായം എന്താണ്, നിന്റെ പ്രായം എന്താണ്? ഈ വയസ്സൻ മുനിക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഊര്, പേര്, പ്രായം. പുഴയുടെ നടുക്കത്തുമ്പ് സ്വഭാവം തുടങ്ങിയോ? പ്രായം കണ്ടറിയില്ലേ? പ്രായം 17. മധുര 17ആയിട്ടാലും മാറിയിട്ടില്ലേ, നിനക്ക് മാറിയിട്ടില്ലേ? മധുര 17ആയിട്ടാലും മാറിയിട്ടില്ലേ, നിനക്ക് മാറിയിട്ടില്ലേ? കാണാൻ നല്ല വലിയഴകാരും കണ്ടുകൊതിച്ചില്ലേ, ആരും കണ്ടുകൊതിച്ചില്ലേ? കാണാൻ നല്ല വലിയഴകാരും കണ്ടുകൊതിച്ചില്ലേ, ആരും കണ്ടുകൊതിച്ചില്ലേ?
ഭാരതത്തിന്റെ ആചാരക്രമം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് 14 വയസ്സ് തികയുന്നതിന് മുന്നേ ഉണ്ടാണ് കേട്ടോ അവരുടെ പാണിഗ്രഹണം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിന്റെ കഴുത്തിൽ കെട്ടുതാലി കാണുന്നില്ലല്ലോ. മധുര 17 മാലയിട്ടില്ലേ നിനക്ക് മാലയിട്ടില്ലേ കാണാൻ നല്ല വീരകാലം കണ്ടുകൊതിച്ചില്ലേ ആരും കണ്ടുകൊതിച്ചില്ലേ. സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ പാവപ്പെട്ടവളാണ്, എന്റെ പാണിഗ്രഹണം നടന്നിട്ടില്ല. അടക്കമുള്ളൊരു പെണ്ണാണ് ഞാൻ, ആരും തൊടാത്ത പെണ്ണാണ്. എന്റെ പാണിഗ്രഹണം നടന്നിട്ടില്ല സ്വാമി. അടക്കമുള്ളൊരു പെണ്ണാണ് ഞാൻ, ആരും തൊടാത്ത പെണ്ണാണ്. എനിക്കറിയാൻ പാടില്ല, എനിക്കെല്ലാം അറിയാം. എത്രയോ അപ്സരസുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നെ കണ്ടോണ്ടിരുന്നിട്ട് മനസ്സ് അയ്യോ സ്വാമി, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അകറ്റുകയാണ്, അടുക്കാൻ പറ്റാത്തവളാണ്. പോരാത്തതിന് നീ പിടിക്കണ കൈയാണ്, ഇത് നീ മണമുള്ളൊരു കൈയാണ്. എനിക്കറിയാം കളഭം കൊണ്ട് ഞാൻ കസ്തൂരി കൂടി ചാത്തിട, കളഭം കൊണ്ട് ഞാൻ കസ്തൂരി കൂടി ചാത്തിട. ഈശ്വര, ഇന്ന് അവിടുന്ന് നിയോഗിച്ചത് ഇതിനു വേണ്ടിയാണെങ്കിൽ ഈ ബന്ധം ഭാരതത്തിന്റെ ഭാവി ഭാഗതയത്തിന് അനിവാര്യമാണെങ്കിൽ ഭഗവാനെ, ഹിമവാനെ, വരുണ, വായുദേവ, എന്റെ മനം കവർന്ന ഈ പെൺകുട്ടിയുടെ മാനം കാക്കാൻ നിങ്ങളുടെ സഹകരണം, സഹായം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഉത്തുംഗ ഹിമാചലമേ ഇത്തിരി മഞ്ഞുതരൂ, ഉത്തുംഗ ഹിമാചലമേ ഇത്തിരി മഞ്ഞുതരൂ, തെന്നലേ പൊന്മുകിലേ ഇച്ചെറുതോടി മറച്ചു തരൂ, തെന്നലേ പൊന്മുകിലേ ഇച്ചെറുതോടി മറച്ചു തരൂ, ഇച്ചെറുതോടി മറച്ചു തരൂ. അങ്ങനെ ഹിമാചലത്തിന് അലിവ് തോന്നി. വായുദേവനും ദേവം കാണിച്ചു, വരുണനും കരുണമൊഴിഞ്ഞു. അവരുടെ പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ആ അന്തരീക്ഷത്തിൽ വെച്ച് പരാശരമുനിയും കാളിയരേത്തിയും തമ്മിൽ ഗാന്ധർവ വിധിപ്രകാരം ദമ്പതിമാരായതിന്റെ പരിണിത ഫലമാണ് വ്യാസന്റെ ജനനം. അങ്ങനെ അവിവാഹിതയായ ഒരു മാതാവിന്റെ മകനായി പിറന്ന വ്യാസമഹാമുനി വിരചിച്ച അവിവാഹിതയായ ഒരു മാതാവിന്റെ മകനായി പിറന്ന കർണന്റെ കഥ. അതാണ് ഞാൻ ഇവർക്ക് തമ്മിൽ കാണുന്ന ബന്ധം. ആ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെ ഞാൻ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്കാണ്. 18 ദിവസം ഇടതടവില്ലാതെ രാപ്പകലില്ലാതെ നടക്കാൻ പോകുന്ന യുദ്ധത്തിന് കൂടാരമടിച്ച് കാത്തുകെട്ടി കിടക്കുകയാണ് ഇരു വിഭാഗങ്ങളും. കാരണം അന്ന് ഇന്നത്തെ പോലെ അപ്രതീക്ഷിത യുദ്ധങ്ങളല്ല, ഈ ഖാസയിലൊക്കെ നടക്കുന്നത് പോലെ അപ്രതീക്ഷിത യുദ്ധങ്ങളല്ല, മിന്നലാക്രമണങ്ങൾ അല്ല, മറിച്ച് ദിവസവും തീയതിയും മുഹൂർത്തവും നിശ്ചയിച്ചുറപ്പിച്ച് നടത്തുന്ന ധർമ്മയുദ്ധം. അതുപോലെ അന്ന് ഇന്നത്തെ പോലെ സ്കട്ടുകളോ മിസൈലുകളോ അല്ല യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്, ചതുരംഗ സേനയാണ്. ചതുരംഗ സേന എന്താണെന്ന് ചോദിച്ചാൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ചതുരംഗം കളിക്കുന്നവർക്കൊക്കെ അറിയാം. അതായത് കരിതുരക രഥനികരം ഒരു വശം അപ്പുറത്തറിയില്ലാതെ കരിതുരക രഥനികരം ഒരു വശം അപ്പുറത്തറിയില്ലാതെ കരി ആന, തുരകം കുതിര,
തേരുകളുടെ കൂട്ടം. അങ്ങനെ കരിനികരം ഒരു വശം അപ്പുറത്തറുതിയില്ലാതെ കൂടാരം. പാതിരാ നേരം പാതിരാത്രി. പാതിര പാതി അടപ്പിച്ച കണ്ണുമൈക്കാവലായി മാറ്റി. പാതിര പാതിയ കണ്ണുമൈക്കാവലായി അമ്മി. കാവൽക്കാർ, പടയാളികൾ, അവർ എപ്പോഴും ജാഗരൂകരാണ്. കർത്തവ്യബോധത്തോടുകൂടി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഒരു ഇലയടങ്ങിയാൽ ഒരു ഞെട്ടിത്തിരിയും. പക്ഷേ പ്രകൃതിയുടെ ആവശ്യത്തെ അവർക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പാതിരാ പാതിരാ. അത് മനുഷ്യന്റെ ആവശ്യമാണ്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ പാതിര പാതി അടപ്പിച്ച കണ്ണുമായി കാവലായി ആ പടയാളികൾ കാണാതെ തന്ത്രമോട പടമന്ദിരം ഒന്നിലേക്കല്ലയോ, അല്ലല്ല ആരോ പതുങ്ങി വരുന്നു. ആ പടയാളികളുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ആരും കാണാതെ ഒളിച്ചു പതുങ്ങിയും. ഒരു സ്ത്രീയല്ലേ, എന്തൊരു ധീരത നോക്കണേ. അർദ്ധരാത്രി സമയത്ത് ആ പട്ടാളക്കാരുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ഒരു സ്ത്രീ. ഇനി വല്ല സ്വഭാവ ദൂഷ്യക്കാരിയോ മറ്റോ അല്ലല്ലോ. കത്തിച്ചു വെച്ച ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് കാണാം. മുഖം ആശയോടെന്തോ നിശ്ചയം. ആശയോടെന്തോ ദേശീയല്ല, കണ്ടാൽ കുളിയിലൊക്കും ഓണം വെട്ടുന്ന മുഖം. അവരതാ ആരും കാണാതെ അവിടെ നന്നായി അലങ്കരിച്ചിരിക്കുന്ന ഒരു കൂടാരത്തിനകത്തേക്ക് പതുക്കെ കടന്നു. ആ കൂടാരത്തിനകത്തുള്ള മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാം പുരുഷ സൗന്ദര്യം പൂർത്തീകരിച്ചൊരു പുരുഷസിംഹം ഉറങ്ങിക്കിടക്കും. പൂർത്തീകരിച്ചൊരു പുരുഷസിംഹം ഉറങ്ങിക്കിടക്കുന്നു. കണ്ടാൽ സേവന നായകനാണ്, പടനായകനാണ് എന്നൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ പുരുഷസിംഹം ഉറങ്ങിക്കിടക്കുന്നു. ഈ വന്ന സ്ത്രീ ചെല്ലുഭയന്ന് വിറയാതെ കൈകൊണ്ട് തൊട്ടുപിടിച്ചവൾ മന്ദമാധീരനെ. ചെല്ലുഭയന്ന് വിറയാതെ കൈകൊണ്ട് തൊട്ടുപിടിച്ചവൾ മന്ദമാധീരനെ. ആ സ്ത്രീ തൊട്ടുപിടിച്ചതും അയാൾ ഞെട്ടിയുണർന്നു. അരയിൽ കിടന്ന ഉടവാളൂരത്തിന്റെ അലറി. മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അയാളുടെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് നിബന്ധിച്ചു. മഹാറാണിയാണ്. കുന്തി മഹാറാണി. അപ്പൊ ഇവിടെ ഒരു പൊരുത്തക്കേട്. എന്താ പൊരുത്തക്കേട്? യുദ്ധത്തിന് മുന്നേ കുന്തി ദേവിയെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഈ നെറ്റിയോടുള്ള ചെറുപ്പക്കാരൻ കറങ്ങാണ്, ദുര്യോധനാദികളുടെ പടത്തിലാണ്. എന്ത് സംഭവിക്കാം? യുദ്ധത്തിന് മുമ്പേ ശത്രുക്കളുടെ അമ്മയെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. പക്ഷേ അതൊക്കെ ഇന്ന്. പണ്ട് അതാത് വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുന്ന സനാതന ധർമ്മം, അതാണ് ആർഷഭാരത സംസ്കാരം. തന്റെ മുന്നിൽ നിൽക്കുന്ന കുന്തിദേവിക്ക് സർവീത ബഹുമാനവും കൊടുത്തുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് കർണൻ പറഞ്ഞു, രാജമാതാവിന്റെ ദാസരിദാസന്റെ സേവനമെന്താണ് അടിയൻ വരില്ലയോ അല്ലയോ കുട്ടി മാതാവ്. എന്തിനാണ് ഈ നേരം വിട്ട് നേരത്ത് ഈ അർദ്ധരാത്രി സമയത്ത് അങ്ങ് ഇവിടെ എഴുന്നള്ളിയത്? അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ, ഒരു ഭടനെ പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ, ഒരു പരിചാരികയെ നിയമിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നത് അങ്ങേ മുഖം കാണിക്കുമായിരുന്നല്ലോ. എന്തിനാണ് അപ്പോൾ അങ്ങ് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മോനെ, നമ്മുടെ സംഭാഷണം ഇവിടെ തികച്ചും ഭദ്രമായിരിക്കുമല്ലോ. മോനെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ അർദ്ധരാത്രി സമയത്ത്, ഈ നേരം കെട്ട സമയത്ത്, ഈ പടകുടീരങ്ങൾ പലത് ഇങ്ങോട്ട് വന്നത് മറ്റൊന്നിനുമല്ല. നിന്നെയും ഒറ്റയ്ക്ക് കാണാൻ കൊതിച്ചെങ്കിൽ വന്നതാണിന്നോ ഞാൻ പൊന്നുപോലെ. നിന്നെയും ഒറ്റയ്ക്ക് കാണാൻ കൊതിച്ചെങ്കിൽ വന്നതാണിന്നോ മോനെന്ന് വിളിക്കാൻ അങ്ങേ രാജ്യത്തിന്റെ മഹാറാണിയാണല്ലോ. മഹാറാണിക്ക് ഇവിടുത്തെ പ്രജകളെല്ലാം മക്കളാണല്ലോ. രാജമാതാവിന്റെ മക്കളാണെല്ലാരും
വേദമതി എനിക്ക് രാജമാതാവിന്റെ മക്കളാണെല്ലാരും വേദമതി എനിക്ക് രാജമാതാവോ ഞാനോ അല്ല ഇല്ലില്ല രാജമാതാവെന്ന പേരിലും ഏറ്റമ്മ 10 മാസം സുമന്നീടുത്തമ്മയായി മാറി രാജമാതാവെന്ന പേരിലല്ല നീ എന്റെ മോനാണ് എന്റെ മുട്ടമോ 10 മാസം ചുമന്ന് പ്രസവിച്ച എന്ത് ഞാൻ അമ്മയുടെ മകനാണെന്ന് അങ്ങ് നേരം കെട്ട് നേരിട്ട് വന്ന് എന്തൊക്കെയാണ് പറയുന്നത്? അത്രയ്ക്ക് സുഹൃതം ചെയ്തിട്ടുണ്ടോ കുന്തി മഹാറാണി? ഞാൻ അത്രയ്ക്ക് സുഹൃതം അങ്ങ് കഴിയില്ലേ? എന്റെ അമ്മയാരാണ്? എന്റെ അച്ഛനാരാണ്? ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പേര് വിളിക്കുന്ന കുതിരക്കാരൻ, അതിൽ നിന്റെ പത്നി സൂതകുലത്തിലെ രാധയാണ് എന്റെ അമ്മ. അവരാണ് എന്റെ അമ്മ. അല്ല, സൂതനല്ലയോ നീ കുന്തി സുതൻ. നീ സൂതപുത്രനല്ല, കൗന്ദരനാണ് എന്റെ മകൻ. എന്റെ അച്ഛനപ്പോൾ അധിരനല്ലയോ? പറയൂ കുന്തി മഹാറാണി, എന്റെ അച്ഛൻ അധിരഥനല്ലേ? പണ്ട് മഹാരാജാവാണോ? എന്റെ അച്ഛനപ്പോൾ അധിരഥനല്ലയോ? അല്ല മോനെ, നിന്റെ അച്ഛൻ അധിരഥനല്ല, പണ്ട് മഹാരാജാവുമല്ല. നിന്റെ അച്ഛൻ സാക്ഷാൽ ദിനേശ്വരൻ. നിന്റെ അച്ഛൻ സൂര്യദേവനാണ്, സൂര്യദേവൻ. എന്റെ അച്ഛൻ സൂര്യദേവൻ, എന്റെ അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്ന കുന്തി മഹാറാണി. ഞാൻ ഉറങ്ങിക്കിടക്കുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? അല്ല പോലെ നീ ഉണർന്നിരിക്കുക തന്നെയാണ്. ഞാൻ പറയുന്നത് നിത്യയാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്.